വിശാലമായ അമ്പൽക്കുളം തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫെയറി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇന്ന് ഞാൻ കുറച്ച് വളവും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടി വന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ട ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റാതെ എടുത്തു പോയതാണ്. ഇവിടെ ഏത് സമയത്ത് വന്നാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, കംപ്ലീറ്റ് റോസ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും. പല തരത്തിലുള്ള പൂക്കളുമായിട്ട് നിറഞ്ഞു തന്നെ ഈ ഗാർഡനിൽ നിൽക്കാറുണ്ട്. ഇപ്പം ഭയങ്കര വേനൽക്കാലമാണ് കേട്ടോ. പക്ഷേ എന്നാൽ പോലും ഇവിടുത്തെ പൂക്കൾക്ക് ഒരു കുറവുമില്ല. പ്രാവശ്യം ഒത്തിരി ബൊഗൈൻവില്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. 200, 300 ഇതെല്ലാം ബൊഗൈൻവില്ലയുടെ കളക്ഷൻസാണ്. ഇത് അവരുടെ മദർ പ്ലാന്റ്സ്. ഇവിടെ തന്നെ ഒത്തിരി നല്ല ഭംഗിയായിട്ട് എല്ലാം പൂക്കളൊക്കെ നല്ല വേനൽക്കാലത്താണല്ലോ ഈ ഒരു ഫ്ലവർ നന്നായിട്ട് വരുന്നത്. സോ ഇത്തവണ അവരുടെ ബൊഗൈൻവില്ല ഗാർഡനിൽ നിറയെ പൂക്കളായിരുന്നു. പിന്നെ ബൊഗൈൻവില്ലയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ ആമ്പൽപ്പൂവിൻ്റെ കുളം കേട്ടോ. വിശാലമായ ആമ്പൽ പൂന്തോട്ടം, താമരയുടെ പൂന്തോട്ടം, താമരക്കുളം, പൂന്തോട്ടമല്ല കുളം. ഇതൊക്കെ ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. ആമ്പലുണ്ട്. ഇതിൽ നിന്നാണ് ആമ്പലെല്ലാം അവർ സെയിൽ ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് ആമ്പൽ സെയിൽ ചെയ്യുന്നത്. വലിയൊരു വിശാലമായ ആമ്പൽക്കുളം തന്നെയുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അത് അവിടെയും ഉണ്ട്. കണ്ടോ, ഞാൻ മുന്നേ വന്നപ്പോൾ ഇത്രയും കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാ കളറിലുമുള്ള ആമ്പലും താമരയും ഒക്കെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതും റീസണബിൾ റേറ്റാണ് കേട്ടോ. 300, 250, 150 ഈ ഒരു റേഞ്ച് തന്നെയാണ്. ഇത് എത്രയാണ്? 200.
പിന്നെ ദേ ഇവിടുത്തെ ആർട്ട് എംപോറിയത്തിലും കൂടെ ഞാനൊന്ന് കയറിയായിരുന്നേ. ഒത്തിരി നല്ല നല്ല ന്യൂ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധൻ്റെയൊക്കെ ഒരുപാട് പ്രതിമകൾ, പിന്നെ അതുപോലെ തന്നെ ഒത്തിരി നല്ല പോട്ട്സ്, എല്ലാം നല്ല റീസണബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ. ₹1000. എത്ര രൂപയാണ്? 300, 300 രൂപ. കുട്ടികളുടെ വില 12,350, 12,350 രൂപയ്ക്കാണ്. ഈ കുട്ടിയാണ് നമ്മുടെ വീട്ടിൽ വരും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ള, ഒരു ഗാർഡൻ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. നമുക്ക് വളമാകട്ടെ, ഇനി ഏത് തരം ചെടികളാകട്ടെ, ഫ്രൂട്ട്സ് ആകട്ടെ, പിന്നെ വിത്താകട്ടെ, എന്താ പറയുക, ഈ ഇതൊക്കെ ഉണ്ടല്ലോ മണ്ണ്, അതുപോലെ ഈ പാറക്കല്ലുകളുണ്ടല്ലോ, അത് വലുതും ചെറുതും, അങ്ങനെ ഒത്തിരി ഐറ്റംസും, പ്രതിമകൾ, ഫൗണ്ടൻസ്, മൺചട്ടികൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഗാർഡനിലോട്ട് മാത്രം വന്നാൽ മതി കേട്ടോ. പല സ്ഥലത്തായിട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല. നമുക്കിവിടെ ഒരു സ്ഥലത്ത് മാത്രം വന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് തന്നെ പോകാൻ പറ്റും. അതാണ് ഇവരുടെ ഗാർഡൻ്റെ പ്രത്യേകത. പിന്നെ വിശാലമായ കാർ പാർക്കിംഗ്, അത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ആ കാർ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക്, മറ്റതൊക്കെ ഭയങ്കര പ്രയാസമല്ലേ, കാർ പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഭയങ്കര മെനക്കേടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എത്ര കാർ വേണമെങ്കിലും പാർക്ക് ചെയ്യാനായിട്ടൊരു വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ കുഴിപ്പള്ളത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമോ? എന്നാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ ബൈ.